ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ആർട്ട് ഓൺ. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗുജറാത്തിൽ നിന്ന് നമ്മുടെ RDX ഇൻസ്പയർഡ് ആയിട്ട് മോട്ടോക്രോസ് ഡിസൈനിൽ പണിയാനായിട്ട് വന്നിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഫോർക്കിൻ്റെ ഹൈറ്റ് കൂട്ടാനാണ് പോകുന്നത്. കാരണം നമ്മളിത് ലെയ്ത്തിൽ കൊടുക്കുമ്പോൾ അവർ നല്ല രീതിയിൽ നമ്മളെ വർക്ക് ഡിലേ ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോർക്ക് ഹൈറ്റ് കൂട്ടാനായിട്ട് ഒരു ഫോർക്ക് നമുക്ക് അഴിച്ചെടുക്കണം. ശേഷം അത് ലെയ്ത്തിൽ കൊടുത്ത് പ്രോപ്പറായിട്ട് അതിനുള്ളൊരു ഹൈറ്റായിട്ട് ചെയ്യിക്കണം. അതാണ് ഇന്നത്തെ പണി. അപ്പോൾ നമ്മൾ എന്തായാലും ഫോർക്ക് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ഇൻ 7 seconds. ഓക്കെ, സെൻറ്റർ സ്റ്റാൻഡിൽ നമുക്ക് നിർത്താൻ കഴിയുമ്പോൾ സെൻറ്റർ സ്റ്റാൻഡിൽ ചെറിയ ബെൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡിൽ വണ്ടി നിർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ എഞ്ചിൻ്റെ താഴെയായിട്ട് കുറച്ച് കട്ടകളും ഒക്കെ വെച്ച് ഹൈറ്റിൽ പ്രോപ്പറായി നിർത്തിയതിന് ശേഷമാണ് ഫോർക്ക് ഊരാൻ പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി പ്രോപ്പറായിട്ട് നിർത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് കട്ടകളൊക്കെ വെച്ച് നമ്മൾ വണ്ടി ഒന്ന് ഹൈറ്റിൽ നിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർക്ക് കഴിക്കാം. ഓക്കെ, അപ്പം തന്നെ ആദ്യം തന്നെ നമുക്ക് വീലൊന്ന് റിമൂവ് ചെയ്യാം. 17-ൻ്റെ നട്ടാണ്, ഓൾറെഡി ലൂസ് ചെയ്ത് വെച്ചാണ്, അതുകൊണ്ടാണ് എളുപ്പം ഊരിയെടുക്കുന്നത്. ഇതൊക്കെ വീല് നമ്മൾ അഴിച്ചിട്ടുണ്ട്. നമുക്ക് മഡ്ഗാർഡ് കൂടി അഴിക്കാം. ഓക്കെ, അപ്പോൾ മഡ്ഗാർഡ് നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാലിപ്പർ കൂടി ഒന്ന് റിമൂവ് ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ നട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുത്തെ നട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ നല്ല പാടുപെട്ടിട്ടാണ് ഇത് വരുന്നത്. കാരണം നല്ല ടൈറ്റ് ഉണ്ട് ഇതിനകത്ത്. നല്ല ടൈറ്റിൽ വെച്ചിരുന്നായിരുന്നു. കുറേ സമയം ഇതിനകത്ത് വേസ്റ്റായി. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമുക്ക് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടും ഇതുപോലെ ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമുക്ക് ലെയ്ത്തിൽ കൊടുക്കണം. എന്നിട്ട് അതിന് സൂട്ടായിട്ട് ഒരു ഹൈറ്റിനായിട്ട് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ലെയ്ത്തിൽ കൊടുത്ത് നമ്മൾ 3 ഇഞ്ചിൻ്റെ ഹൈറ്റിനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഫോർക്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് മുമ്പ് ഇത് കണ്ടില്ലേ, ഫോർക്കിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോർക്കിൻ്റെ ഓയിൽ സീലോട് മാറ്റേണ്ടതുണ്ട്. അപ്പം ഇത് നമ്മുടെ കയ്യിൽ ഇതിനുള്ള ടൂൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റിയിട്ട് കാണാം. സോ ഫൈനലി ഫോർക്ക് ഹൈറ്റ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 3 ഇഞ്ചാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളത്. ഈ ഒരു ഹൈറ്റിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഫോർക്കിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളെല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വണ്ടിയിലേക്ക് വേണ്ടാത്തതായിട്ടുള്ള, അതായത് നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമല്ലാത്തതായിട്ടുള്ള ഈ അൺവാണ്ടഡ് പീസസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ശേഷമാണ് നമുക്ക് ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് അസംബ്ലി ഫുള്ള് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തെ വയറിംഗ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് ഹെഡ്ലൈറ്റ് അടിച്ച് വയറിംഗ് ഒക്കെ നമുക്ക് റിമൂവ് ആക്കാം.
ഓക്കെ, അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ അസംബ്ലി ഫുള്ള് നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ സ്വിച്ച് സെറ്റിൻ്റെയും മീറ്ററിൻ്റെയും അതുപോലെ തന്നെ ഈ ഇഗ്നീഷൻ്റെ ഒക്കെ വരുന്നതാണ്. ഓക്കെ, ഇനി ഈ ഹോൺ നമുക്കൊന്ന് റിമൂവ് ആക്കാം. അപ്പോൾ അതിന് താഴെയായിട്ട് 2 10-ൻ്റെ ബോൾട്ടാണ് വരുന്നത്, അതൊന്ന് റിമൂവ് ആക്കാം. ഓക്കെ, അപ്പോൾ ഹോൺ നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്റർ കൂടി റിമൂവ് ചെയ്യണം. മീറ്ററിൻ്റെ ഇവിടെ 2 10-ൻ്റെ ബോൾട്ടാണ് വരുന്നത്, അത് നമുക്കൊന്ന് റിമൂവ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മീറ്റർ റിമൂവ് ആക്കിയിട്ടുണ്ട് ആണല്ലേ, ഇതാണ് മീറ്റർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇഗ്നിഷൻ ഒന്ന് റിമൂവ് ആക്കാം. അതിൻ്റെ സ്ക്രൂസ് വരുന്നത് ഇവിടെ ഇതിനുള്ളിൽ അടിയിലായിട്ടാണ് വരുന്നത്, നമുക്കൊന്ന് റിമൂവ് ആക്കാം. ഇത് PH3 ബിറ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ കൂടി റിമൂവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫ്രണ്ട് ഫുൾ അസംബ്ലീസ് നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോർക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർക്ക് ജസ്റ്റ് ഇതിലേക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ ടോപ്പ് ബോൾട്ട് ഇട്ട് വെക്കാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമ്മൾ ടയർ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആക്സിൽ അടിച്ച് കയറ്റിയാൽ മതി. അപ്പം ഇതിൻ്റെ പ്രോപ്പർ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് സമീഷ് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ആക്സിൽ അടിച്ചിറക്കിയാൽ മതിയാവും. ഓക്കെ, ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാലിപ്പർ കൂടി വെക്കാനുണ്ട്. അപ്പോൾ കാലിപ്പർ വെക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഫോർക്ക് ഹൈറ്റ് ഒരു 3 ഇഞ്ചോളം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് പൈപ്പ് നമ്മുടെ കാലിപ്പറിലേക്ക് എത്താനുള്ള ലെങ്ത് കിട്ടുന്നില്ല. അത് മാസ്റ്റർ സിലിണ്ടറിൽ നിന്ന് കാലിപ്പറിലേക്ക് എത്താനുള്ള ലെങ്ത് അതിനില്ല. അപ്പോൾ നമുക്ക് ഒരു ലെങ്ത് കൂടിയൊരു പൈപ്പ്, ഒരു ഫ്ലൂയിഡ് പൈപ്പ് കൂടി വാങ്ങിക്കണം. ശേഷമാണ് നമുക്ക് കാലിപ്പർ സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയുടെ ഫോർക്ക് 3 ഇഞ്ചോളം കൂട്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്നാൽ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ ദെൻ ഷോ സം സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ്, കമൻറ്റ്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.